നിനക്കൊരു ഉടവുമില്ലല്ലോടി രായമ്മേ. നല്ല മെഴുമെഴാന്നായിരിക്കണേ. കണ്ണൊയ്ക്കല്ലേ മുതലാളി, ജീവിച്ചു പൊയ്ക്കോട്ടെ. ഇവരുടെ സമരമൊക്കെ തീർന്നോ? എന്ത് സമരം? അവർക്ക് 2 തേങ്ങ വേണമെങ്കിൽ ഞാൻ കൊടുക്കരുത്. എന്തിനും എന്റെ അടുത്ത് വരണം. എല്ലാ ചെക്കൻ പറഞ്ഞ് പറ്റിട്ട് ആ കുമാരൻ. അവൻ ആശുപത്രിയിൽ നിന്ന് വന്നോ? കുഴപ്പമൊന്നുമില്ല. എന്നാൽ 2 ദിവസം കൂടെ കിടക്കട്ടെ. ചെറിയ പനിയുണ്ട്. അതിനും ചെലവ് ചെയ്യാൻ ഈ കൊച്ചുവർക്ക് മുതലാളി തന്നെ വേണം. ഓവേ, ചെറിയ മീനിട്ടല്ലേ വാളയും തുള്ളിയും പിടിക്കണത്. ഒന്ന് നിന്നേടി. നിനക്കെന്താ ഇത്ര തൃപ്തി? കടയിൽ ആളുണ്ട് മുതലാളി. പാടി വീഴുന്ന തേങ്ങയൊക്കെ എടുക്കുന്നില്ലേ നീ? ഓവ, അത് നീ കണക്ക് വയ്ക്കാനൊന്നും നിക്കണ്ട. സണ്ണിച്ചനോട് പറയുകയും വേണ്ട. അത് നിനക്കെന്റെ ഫ്രീ. തീർവായിട്ടും ആ പുരേ തന്നെ നീ താമസിച്ചോളാൻ പറഞ്ഞത്. ചില മനക്കണക്കുകളൊക്കെ കൂട്ടിയിട്ടാ. അതെനിക്കറിയാം. പിന്നെ നീ ഇതുവരെ എന്നെ ഒന്ന് വിളിക്കാഞ്ഞെന്താ? വിളിക്കാന്നേ. ഓ, ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലം 3-4 ആ വഞ്ചിക്കാരൻ മാപ്പിളെ പോലെ നിന്നെ ഞാൻ ചതിച്ചിട്ട് പോയൊന്നുമില്ല. നിനക്ക് ജീവിക്കാനുള്ള വക ഞാൻ തരും. എന്നാ മുതലാളി എന്നെ അങ്ങ് കല്യാണം കഴിച്ചോ? അല്ല, അതെന്തിനാടി? നമുക്ക് രഹസ്യമായിട്ട് അങ്ങ് നീങ്ങിയാ പോരെ. അതാ മുതലാളി കുഴപ്പം. പലരും തോക്കുന്നത് അവിടെയാ. ഈ രഹസ്യക്കാർക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാതെ. കൊല്ലൻ കുട്ടപ്പനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ ഒരു വെട്ടുകത്തി. അതെടുക്കാൻ രാജമ്മയുടെ കൈക്ക് ഒരു ഉളുപ്പുമില്ല. ജയിലിലും ഇപ്പൊ 2 നേരം ചോറാന്നാ പറയുന്നേ. പിന്നെ രാജമ്മയ്ക്ക് എന്താ? പോട്ടെ.